അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും അൽ ഇൻസാനു വൽ അംറാദ് എന്ന ചാനലിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, പല ആളുകളും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എൻ്റെ മകന് 3 വയസ്സായി, ഇതുവരെ മുലകുടി നിർത്തിയിട്ടില്ല. മുലകുടി നിർത്തിക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടോ എന്ന് ചോദിച്ച് പലരും ചോദിക്കാറുണ്ട്. നമുക്ക് ഇസ്ലാമിൽ പറഞ്ഞത് ഒരു കുട്ടിയുടെ പൂർണ്ണ ആരോഗ്യത്തിന് ഹൗലൈനി കാമിലൈനി 2 വർഷം, പൂർണ്ണമായ 2 വർഷം കുട്ടിക്ക് ഉമ്മയുടെ മുലപ്പാൽ കൊടുക്കുക. അതാണ് ആ കുട്ടിക്ക് ആരോഗ്യത്തിനും ബുദ്ധിക്കും പ്രതിരോധ ശക്തിക്കും എല്ലാത്തിനും പറ്റിയ ഒരു ഔഷധമാണ് ഉമ്മയുടെ മുലപ്പാൽ. 2 വർഷം കഴിഞ്ഞിട്ടും ചില കുട്ടികൾ മുലകുടി നിർത്താത്തവരുണ്ട്. 2.5 വർഷം, 3 വർഷം, 4 വർഷമൊക്കെ കുടിക്കുന്ന ആളുകളുണ്ട്. ഇത് പല കാരണങ്ങൾ കൊണ്ടും ഉമ്മക്കും കുട്ടിക്കൊക്കെ ബുദ്ധിമുട്ടാവും. അഡിക്റ്റായി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ വലിയ വിഷമമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഒരു മരുന്നുമായിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നത്. പല ആളുകളും ചോദിക്കാറുണ്ട്, ആ നിലക്കാണ് ഇപ്പോൾ ഇത് പറയാൻ പോകുന്നത്. ആദ്യം ചെയ്യേണ്ട കാര്യം, 3 സൊല്യൂഷനാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. അതിലൊന്ന്, ഖുർആനിലുള്ള സൂറത്തുൽ ബുറൂജ് എന്ന സൂറത്തിനെ ഒരു പേപ്പറിൽ എഴുതി ഒളുവോടുകൂടി വൃത്തിയോടുകൂടി നിയ്യത്ത് നന്നാക്കി എഴുതിയിട്ട് അത് മടക്കി ഈ കുട്ടിക്കൊരു ഏലസാക്കി കുട്ടിയുടെ അരയിൽ കെട്ടിക്കൊടുക്കുക. ക്രമേണ മുലകുടി നിർത്തും. രണ്ടാമത്തത്, നമ്മുടെ വിളഞ്ഞി എന്ന് പറയും, ചക്കയുടെ വിളഞ്ഞി, ആ പശ, ഒരു ഗമ്മ് കൂടുതൽ വേണ്ട, ഒരല്പം എടുക്കുക. ഒരു അല്പം എടുത്തിട്ട്, അതായത് സ്ത്രീകളുടെ ബ്രസ്റ്റിൻ്റെ കുഞ്ഞുങ്ങൾ മുല കുടിക്കുന്ന ഭാഗത്ത് ഒരല്പം തേച്ച് കൊടുക്കുക. കുഞ്ഞ് മുല കുടിക്കുമ്പം കുഞ്ഞിൻ്റെ ചുണ്ടിൽ ആവും, അത് ഒട്ടും, പശ പറ്റി പിടിക്കും 2 ചുണ്ടിലും. അങ്ങനെ 1-2 പ്രാവശ്യം കുടിക്കാൻ ശ്രമിക്കും. കിട്ടാത്തപ്പോൾ, ചുണ്ട് ഒട്ടുമ്പോൾ ആ കുട്ടി ആ കുടിയിൽ നിന്ന് പിന്മാറും. ഒരല്പം വെളിച്ചെണ്ണ എടുത്തിട്ട് കുട്ടീൻ്റെ ചുണ്ടുമ്മലും നമ്മളെ ബ്രസ്റ്റുമ്മലും ആ വെളിച്ചെണ്ണ തേച്ച് കൊടുത്താൽ ആ പശ അങ്ങ് പോയി കിട്ടും. ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു സൈഡ് എഫക്റ്റും ഇല്ല, ഒന്നുമില്ല, വളരെ സുഖമാണ്. മൂന്നാമത്തെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, കുട്ടികൾ കാണാത്ത രീതിയിൽ കുട്ടികൾ പാല് കുടിക്കുന്ന ആ സ്ഥലത്ത് ആദ്യം ഒരു വെളുത്ത ചെറിയ രീതിയിലൊരു പഞ്ഞി വെച്ചുകൊണ്ട് ശേഷം ഒരു ടേപ്പ്, ഒരു പ്ലാസ്റ്റർ എന്ന് പറയും, ഒട്ടിക്കുന്ന ഗമ്മുള്ള ഒരു ടേപ്പ് കൊണ്ട് തൽക്കാലമായി ആ പഞ്ഞിൻ്റെ മുകളിൽ നമ്മൾ കാലിന് കൈക്കൊക്കെ മുറിവ് പറ്റിയാൽ ബാൻഡേജ് ഇടും പോലത്തെ രൂപത്തിൽ ആ ഗമ്മുള്ള ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക 2ന്മേലും. കുട്ടീനോട് പറയുക, കുട്ടികൾക്ക് മനസ്സിലാവില്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കുട്ടിക്ക് മുറിവുണ്ട്, പാല് കുടിക്കുന്ന സ്ഥലത്ത് മുറിവുണ്ട്, വാവുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ കുട്ടികളൊന്ന് ശ്രമിച്ചു നോക്കും, കിട്ടൂല. ചിലപ്പോൾ പറിച്ചു നോക്കും, കിട്ടൂല. ചിലപ്പോൾ കരയും, എന്നാലും സാരമില്ല. ചിലപ്പോൾ കരയും, എന്നാലും സാരമില്ല. ആ കുട്ടി ക്രമേണ ഒറ്റയടി മുലകുടി അങ്ങനെ നിർത്തിപ്പോകും. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത നല്ല 3 സൊല്യൂഷനാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾ കറക്റ്റ് കൊണ്ട് നടക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ നമ്മളെ കുട്ടീൻ്റെ പാലുകുടി നിർത്തും. നമുക്കും നല്ല ഒരു റീഫ്രഷായി, ഒരു സന്തോഷമായി, കുട്ടികൾക്കും കുട്ടികൾക്ക് ഫസ്റ്റ് ഒരു ഇടങ്ങാറുണ്ടെങ്കിലും പിന്നീടത് ക്ലിയർ ആവും.
ഈ ഒരു 3 കാര്യം ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു റാഹത്താക്കി തരട്ടെ. നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.